ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകിയ സമയത്ത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ ദൈവവചനവുമായി നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാലം ഇതിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന റോസ്നി ആൻറ്റിയോട്, ഹല്ലേലൂയ, ഇതിൻ്റെ അണിയെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തൃദാസിമാരോടും ദേവദാസന്മാരോടുമുള്ള നന്ദിയായി ധരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പകലത്തെ ആരാധനയ്ക്ക് ശേഷമായിട്ട് നമുക്ക് വൈകുന്നേരത്തെ തിരുവചനവുമായി നിൽപ്പാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല അവസരത്തിന് ആ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, ദേവദാസന്മാർ ഇതിൽ അഹോരാത്രം ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി ആമേൻ അധ്വാനിക്കുകയും ദൈവവേലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയായി ധരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ അല്പ നിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു ദൈവവചനം വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം ആമേൻ 3-ാം അധ്യായത്തിന്റെ ആമേൻ 2-3 വാക്യമാണ്. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ആമേൻ ദൈവത്തിന്റെ ഹല്ലേലൂയ മുമ്പാകെ ആമേൻ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ അതേ ഹൃദയപ്രകാരമുള്ള ഹല്ലേലൂയ ഒരു ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് 3-ാമത്തെ സങ്കീർത്തനത്തിന്റെ 2-3 വാക്യമാണ്. ഹല്ലേലൂയ ഞാനിവിടെ ആമേൻ ഹല്ലേലൂയ വായിക്കുവാനായിട്ട് ആമേൻ ഹല്ലേലൂയ കർത്താവിൽ ശരണപ്പെടുന്നതിന് അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ല എന്നതിനെ കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് ആമേൻ നാം ഇവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ആമേൻ എങ്ങനെയുള്ളവനായിരുന്നു എന്നും ഹല്ലേലൂയ ദാവീദിന്റെ ആമേൻ ഹല്ലേലൂയ സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ കാണുന്നുണ്ട് ദാവീദ് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെന്ന് ഹല്ലേലൂയ തിരുവചനം നമ്മെ ആമേൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പറയുകയാണ് ഹല്ലേലൂയ അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ല എന്ന് ഹല്ലേലൂയ പലരും ആമേൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലരും ആമേൻ നമ്മെക്കുറിച്ചും ആമേൻ പലരും പറയുന്ന ഒരു കാര്യമാണ് ആമേൻ കർത്താവിനെ സേവിക്കുവാൻ, ആമേൻ കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ആമേൻ അവന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ അതേ ഒരു പ്രതീക്ഷയില്ല, അതേ ഒരു ജീവിതത്തിന് ഒരു മാറ്റമില്ല. അതേ ഹല്ലേലൂയ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴത്തിലേക്ക് മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ ദൈവവചനം ആമേൻ പറയുന്നുണ്ട് അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്നതിനെ കുറിച്ച് പലരും പറയുന്നു. ആമേൻ ഹല്ലേലൂയ നമ്മെ കുറിച്ചൊക്കെയും ആമേൻ ഹല്ലേലൂയ നമ്മെ കാണുന്നവർ ആമേൻ ഒരുപക്ഷെ നമ്മെ മനസ്സിലാക്കുവാൻ കഴിയാത്തവർ ആമേൻ നമ്മെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന്. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ ആമേൻ ദാവീദ് പറയുകയാണ്, യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് ആമേൻ ഇപ്രകാരം പറയുകയാണ്, എനിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ആമേനതെ പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതെ നമുക്ക് പറയുവാനായിട്ട് ഒന്ന് കഴിയുന്ന കാര്യമുണ്ട്. നീയോ യഹോവേ എനിക്ക് ചുറ്റും ആമേൻ പരിചയവും ആമേൻ എൻ്റെ മഹത്വവും ആമേൻ എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നുവെന്ന് അടുത്ത വാക്യത്തിൽ ദാവീദ് പറയുകയാണ്. നമ്മുടെ തല ഉയർത്തുന്നവൻ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ചുറ്റും പരിചയമായ നമ്മുടെ മഹത്വമായ ആമേൻ നമ്മുടെ ഹല്ലേലൂയ ആമേൻ പരിചയമായ ഒരു കർത്താവിനെ നാം സേവിക്കുമ്പോൾ നമുക്ക് കർത്താവിൽ നിന്ന് രക്ഷയില്ല എന്ന് മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ നമുക്കൊന്ന് പറയുവാൻ കഴിയും, എൻ്റെ തല ഉയർത്തുന്ന ഒരു ദൈവം ആമേൻ ഉയരത്തിൽ എനിക്ക് ജീവിക്കുന്നത് കൊണ്ട് ആമേൻ അവൻ എൻ്റെ മഹത്വവും ആമേൻ അവൻ എൻ്റെ തല ഉയർത്തുന്നവനും ആമേൻ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ദൈവ കൃപ നൽകി തന്ന് നമ്മെ നിർത്തുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ലജ്ജിച്ചു പോകാതെ ആമേൻ ഹല്ലേലൂയ ദൈവം നമ്മെ ഓരോരുത്തരെയും ആമേൻ ഓരോ ഇടങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ആമേൻ കൂട്ടത്തിൽ നിന്നവർ സകലരും മാറിപ്പോകുമ്പോഴും ആമേൻ ഹല്ലേലൂയ എല്ലാ കരങ്ങളും മാനുഷിക കരങ്ങളും നമ്മെ ഹല്ലേലൂയ സഹായിക്കാമെന്ന് പറയുന്നവർ കൈവിടുമ്പോൾ ആമേൻ അതെ കൂടെയുണ്ടെന്ന് പറയുന്നവർ മാറിപ്പോകുമ്പോൾ പലപ്പോഴും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതികൂലങ്ങളെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് നേരിടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പട്ടുമെത്തയല്ല, അതേ ഒരു സുഖകരമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ ആമേൻ ഞാൻ ഹല്ലേലൂയ ആയിരിക്കുന്നതെന്ന് ആമേൻ ഭൗതിക തലത്തെ നോക്കി നമുക്ക് പറയുവാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ ജീവിക്കുന്നത് യഥാർത്ഥമായ ഒരു ദൈവമായതെന്ന് പറയുവാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്തുവിനെ സേവിക്കുന്നത് ആമേൻ എനിക്ക് ഹല്ലേലൂയ അത് അനുഗ്രഹമാണ്, എൻ്റെ ജീവിതം അതിമഹത്വകരമാണെന്ന് ആമേൻ യഥാർത്ഥ ഒരു ദൈവമായതെന്ന് മാത്രമേ ആമേൻ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ.
ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ നാം ഒക്കെ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ഹല്ലേലൂയ അതെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഇറങ്ങിത്തിരിച്ചിട്ട് ആമേൻ അതെ ഹല്ലേലൂയ പരാജയമാണോ എൻ്റെ ജീവിതം, ആമേൻ എൻ്റെ ജീവിതം എപ്പോഴും കഷ്ടതയാണോ, ആമേൻ പ്രതികൂലങ്ങളാണോ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെന്ന് ആമേൻ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്നവരെ, പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ മാറായെ ആമേനെ മധുരമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ക്രിസ്തുവിലാണ് ഞാനും നിങ്ങളും ഹല്ലേലൂയ അതെ ആയിരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവചരിത്രം ആമേൻ പഠിക്കുകയാണെങ്കിൽ വിശ്വാസവീരനായി ആമേൻ ഇറങ്ങി തിരിച്ച അബ്രഹാം ഹല്ലേലൂയ അതെ ആമേൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായി മോറിയ മലയിലേക്ക് പോകുമ്പോൾ ആമേൻ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അന്ന് ഹല്ലേലൂയ മകൻ ചോദിക്കുകയാണ് അപ്പനോട് ഹല്ലേലൂയ അതെ ആമേൻ കാത്തു ഹല്ലേലൂയ ആമേൻ ഇപ്രകാരം പറഞ്ഞാൽ ആമേൻ ഏറിയ കാലങ്ങൾ കാത്തിരുന്നിട്ട് ആമേൻ വർഷങ്ങൾ കാത്തിരുന്നിട്ട് അവന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി ആമേൻ അബ്രഹാം 25 വർഷക്കാലം ആമേൻ കാത്തിരുന്നവന് ലഭിച്ചതായ ഒരു കുഞ്ഞ് ആമേൻ കർത്താവ് അവനെ യാഗം കഴിക്കുവാൻ ചോദിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതെ ഒരുപക്ഷെ ഞാനും നിങ്ങളുമാണെങ്കിൽ അതെ മടിച്ച് ആമേൻ മാറി നിൽക്കും, എനിക്ക് തരാൻ കഴിയില്ല എന്ന് പറയും. എന്നാൽ അബ്രഹാം അവിടെ ചെയ്തത് എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ അതാണ് ആമേൻ വിശ്വാസ ജീവിതത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രത്യേകത എന്ന് പറയുന്നത്. യഹോവ കരുതിക്കൊള്ളുമെന്നുള്ളതായ ആമേൻ ഉറച്ച വിശ്വാസമാണ്. അബ്രഹാമിനെ തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ആമേൻ മോറിയ മലയിലേക്ക് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ പോകുമ്പോൾ ആമേൻ അപ്പന്റെ മുഖത്ത് നോക്കിയ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയരെ ഹല്ലേലൂയ ആമേൻ വിറകുണ്ട്, ആമേൻ കത്തിയുണ്ട്, ഹല്ലേലൂയ ആമേൻ നമ്മുടെ കരങ്ങളിൽ എല്ലാം ഉണ്ട്, എന്നാൽ യാഗത്തിനുള്ള ഹല്ലേലൂയ യാഗമൃഗം എവിടെ എന്ന് തന്റെ ഹല്ലേലൂയ മകനായ ഇസ്ഹാക്ക് അപ്പനോട് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ അപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ടെന്നേ, യഹോവ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ യഹോവ കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം തന്റെ മകനോട് പറയുകയാണ്, യഹോവ കരുതിക്കൊള്ളുമെന്ന്. എന്നാൽ ഹല്ലേലൂയ ഇവിടെ നമുക്ക് ആമേനൊന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസമാണ് ആമേൻ ദൈവസന്നദ്ധൻ ആമേൻ ഹല്ലേലൂയ സകലരും മാറിപ്പോയപ്പോൾ അബ്രഹാമിനെ ദൈവസന്നിധി നിർത്തുവാൻ ഇടയായി തീർന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? അവന്റെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ വിശ്വാസ വീരനെന്ന് ഹല്ലേലൂയ വിളിപ്പേരിന് അർഹനായി തീർന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ് അവന്റെ ജീവിതത്തിലുള്ള ആഴമേറിയ ഹല്ലേലൂയ വിശ്വാസമായിരുന്നു ആമേൻ അബ്രഹാമിന്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ ആമേൻ ഹല്ലേലൂയ അവിടെ കാണിക്കുന്നത്. ആമേൻ അതുകൊണ്ട് ഹല്ലേലൂയ ഒന്നിനും അവൻ പതറിപ്പോയില്ല. ചർച്ചക്കാരെയും സ്വന്തക്കാരെയും വൃദ്ധവമനത്തെയും എല്ലാം വിട്ടിട്ട് ഇറങ്ങി തിരിച്ച ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ അവൻ വിശ്വാസ വീരനായിരുന്നു. അവൻ ഹല്ലേലൂയ എത്രത്തോളം ആമേൻ കർത്താവിന്റെ സന്നിധാനത്തിൽ അവന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ആമേൻ എത്തിച്ചേരണമെങ്കിൽ ആമേൻ ഒട്ടനവധി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബ്രഹാം ഹല്ലേലൂയ ദൈവം വിളിയെ തിരഞ്ഞെടുത്ത് ആമേൻ ഹല്ലേലൂയ പ്രത്യാശയോടെ മുമ്പോട്ട് പോയതുകൊണ്ടാണ് വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുവാൻ ഇടയായി തീർന്നത്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തിക്ക് തടസ്സമായി നിൽക്കുന്നതായ ആമേൻ ചില സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും കാണുമ്പോൾ നാം പുറകോട്ട് പോകുന്നവരാണോ എങ്കിൽ ആമേൻ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് അല്ലെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് ഒരു കാരണവശാലും എത്തിച്ചേരുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ ഹല്ലേലൂയ നമ്മുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദാവീദ് പറഞ്ഞതുപോലെ അവന് ദൈവത്തെങ്കിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും അവൻ മറ്റുള്ളവർ ചൂണ്ടി പറയുമ്പോൾ അതേ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട യഹോവയെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച ആമൻ മക്കൾക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ നീയോ യഹോവേ എനിക്ക് ചുറ്റും ആമേൻ പരിചയം എൻ്റെ മഹത്വവും ആമേൻ എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നുവെന്ന് ആമേൻ പറയണമെങ്കിൽ ആഴമേറിയ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഉടമയ്ക്ക് മാത്രമേ അത് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആഴമായ ഒരു വിശ്വാസമില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും ആമേൻ അത് പറയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ പലപ്പോഴും പ്രശ്നങ്ങളുണ്ട്, ഹല്ലേലൂയ പ്രതികൂലങ്ങളുണ്ട്, ഹല്ലേലൂയ അതേ മാറ്റി നിർത്തലുണ്ട്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതേ ഒറ്റപ്പെടുത്തലുകളുണ്ട്, ആമേൻ കുറ്റം ഹല്ലേലൂയ കുറ്റം പറയുന്നവരുണ്ട്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ
ജീവിതത്തിൽ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ പലപ്പോഴും ഹല്ലേലൂയ നമ്മെ വിട്ടു മാറിപ്പോകുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വരാറില്ലേ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. അതിൻ്റെയൊക്കെയും മുമ്പിൽ ഞാനും നിങ്ങളും എങ്ങനെയാണ് ഹല്ലേലൂയ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഇവിടം വരെയും എത്തിച്ചേർന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒന്നും കണ്ടിട്ടല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം. ഹല്ലേലൂയ. എങ്കിലും ആദ്യ പ്രത്യാശ സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നൊരു കുറവ് മാത്രം നമ്മെ കുറിച്ച് പറയുവാനുണ്ട് പ്രിയമുള്ളവരെ. ആദ്യ പ്രത്യാശ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് ഈ നാളുകളിലേറിയ ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവ സന്നിധാനത്തോടെ നടത്തു വന്നിട്ട് യഹോവ എനിക്ക് പരിചയം പലകയും എന്റെ സങ്കേതവും എന്റെ തല ഉയർത്തുന്നവനും നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുകയും നിന്നെ ഉയർത്തുകയും ചെയ്യണമെങ്കിൽ നീയും ദൈവവുമായിട്ട് ഒരാഴമേറിയ ബന്ധം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ എൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും നടന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ അദ്ദേഹം നമ്മുടെ ഇഷ്ടപ്രകാരം നടന്ന് ദൈവകൽപ്പനകളെ അനുസരിക്കാതെ നമ്മുടെ അവസ്ഥയ്ക്കൊത്ത് ജീവിച്ച് ദൈവവ്യവസ്ഥകളെ മറന്ന് നാം ജീവിക്കുമ്പോൾ ഇതിനൊക്കെ നാം കടക്ക് കൊടുക്കേണ്ടവരായി വരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായി ദൈവം അനുഗ്രഹിച്ചിരിക്കും. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഹൃദയപ്രകാരമുള്ള ദൈവത്തിന്റെ മനുഷ്യനായ ദാവീദ് ഇങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. നീ എന്റെ തല ഉയർത്തുന്നവനും എന്റെ മഹത്വം ആരാണ്? നീയാണ് യഹോവയാണ്. എന്റെ അതിമഹത്തായ ഗോപുരം ആരാണ്? അവൻ എന്റെ കർത്താവാണ്. അവൻ എന്റെ തല ഉയർത്തുമെന്ന് ദാവീദിന് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എനിക്ക് ചുറ്റുമുള്ളവർ നിനക്ക് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ല എന്നൊരു പക്ഷേ പറയുമ്പോഴും ദാവീദിന്റെ ഉറച്ച വിശ്വാസമാണ് ദാവീദിനെ ഇവിടെ നിലനിർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഹല്ലേലൂയ, എൻ്റെ അതിമഹത്തായ ഹല്ലേലൂയ, എൻ്റെ കോട്ടയും എൻ്റെ ശൈലവും എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് ദാവീദിന് ഇവിടെ ഉറച്ചു പറയുവാൻ കഴിയും. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ തല ഉയർത്തുന്നവൻ ഹല്ലേലൂയ യഹോവയാകുന്നുവെന്ന്. എനിക്കും നിങ്ങൾക്കും ഈ നാളുകളിൽ അത് പറയുവാൻ കഴിയണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അതിരറ്റ വിശ്വാസമാണ് പ്രിയമുള്ളവരെ. ഈ നാളുകളിൽ എങ്ങനെയെങ്കിലും നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഏറി വരുമ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഞാനും നിങ്ങളും ഒന്ന് ഓർക്കണമേ, വിളിച്ചവന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഈ നാളുകളിൽ ഏറ്റവും ഉറപ്പാക്കുവാൻ ഞാനും നിങ്ങളും എത്രത്തോളം ദൈവസന്നിധാനത്തിൽ അടുത്തു ചെല്ലുന്നുവെന്ന് എൻ്റെ കർത്താവ് ഒന്ന് നമ്മെ കുറിച്ച് നോക്കും. ഹല്ലേലൂയ. ആ ദൈവ സന്നിധാനത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകലെയാണെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നാം ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്യുന്നതും എല്ലാം വൃഥമെന്ന് വരുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഈ നാളുകളിൽ ഏറ്റവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമൊന്നും കൂടി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ പോലെ ഹല്ലേലൂയ, ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ അബ്രഹാമിനെ പോലെ ഹല്ലേലൂയ വിശ്വാസ ഒരു വീരനായി തീരണമെങ്കിൽ ചില ഹല്ലേലൂയ നമ്മുടേതായ ചില സാഹചര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ആരൊക്കെ ഈ നാളുകളിൽ താല്പര്യം കാണിക്കുന്നുവോ അവന്റെ തലയാണ് എൻ്റെ കർത്താവ് ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ മക്കളെ ചെങ്കടലിന്റെ മധ്യത്തിൽ കൊണ്ട് ഹല്ലേലൂയ ഇട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ഹല്ലേലൂയ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ ചെങ്കടലിൽ കൊണ്ടുവന്ന് അതിന്റെ മധ്യത്തിൽ നിർത്തിയിട്ട് അതിനെ രണ്ടായി വിഭജിച്ച് അവരക്കരെ കടക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അവരെ സഹായിച്ചുവെങ്കിൽ നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ഞാനും നിങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതെ നിന്നെയും എന്നെയും മാനിക്കാതെ പോകുന്ന ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഈ നാളുകൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമൊന്ന് വർദ്ധിക്കും
പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഹല്ലേലൂയ ഒരു മീറ്റിങ്ങിന് കടന്നു പോയിട്ട് അത് വരുവാൻ വളരെ താമസിച്ചു പോയി. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാൻ ആമേൻ താമസം വന്നത്. ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആമേൻ ഓർമ്മിപ്പിക്കുവാൻ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ നാളുകളിൽ നമ്മുടേതായ വിളിയും തെരഞ്ഞെടുപ്പും ഏറ്റവും ഉറപ്പാക്കിക്കൊണ്ട് കർത്താവിന്റെ നാമത്തിനു വേണ്ടി നാം എത്രത്തോളം വില കൊടുക്കുന്നുവോ, ആമേൻ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നാം എത്രത്തോളം അഹോരാത്രം അധ്വാനിക്കുവാൻ തയ്യാറാകുന്നുവോ, അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ആമേൻ നമ്മെ നോക്കുന്നതും. അപ്പോൾ ആ കർത്താവിന്റെ ഹല്ലേലൂയ വയലിൽ അധ്വാനിക്കുവാൻ ഈ അനേകരെ കർത്താവ് ഈ നാളുകളിൽ ശക്തരാക്കട്ടെ. ആമേൻ നമ്മെ ഹല്ലേലൂയ ഏൽപ്പിച്ച ദൗത്യം ചെയ്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി അനേകരെ നേടുവാൻ ഹല്ലേലൂയ നമ്മെ ദൈവം ഏൽപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ നാം വിശ്വസ്തരാണോ, ആമേൻ നാം വിശ്വസ്തനാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് ഹല്ലേലൂയ നോക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ തിരുവചനത്തിലേക്ക് വീണ്ടും മടങ്ങി വരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതെ നീയോ യഹോവേ, ഹല്ലേലൂയ എനിക്ക് ചുറ്റും ആമേൻ. അതെ ഹല്ലേലൂയ. അതെ എൻ്റെ മഹത്വവും ആമേൻ എൻ്റെ പരിചയം എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഹല്ലേലൂയ. അതെ നമ്മുടെ തല ഉയർത്തുന്ന ആമേൻ നമ്മെ ഹല്ലേലൂയ മാനിക്കുന്ന നമ്മെ വഴി നടത്തുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത്. ആമേൻ ഞാനും നിങ്ങളും സേവിക്കുന്നത്. പലപ്പോഴും സാധ്യതകൾ ഇല്ലായിരിക്കാം, പലയിടങ്ങളിലും ഹല്ലേലൂയ ആമേൻ ഒരു പക്ഷേ ഭാരപ്പെടലുകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ആമേൻ കഷ്ടതകളിലൂടെയാണ് നാം ഒക്കെയും കടന്നു പോകേണ്ടി വരുന്നത്. എന്നാലും ഒരു സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ, ആമേൻ നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ തീർന്നാൽ ഹല്ലേലൂയ ഇവിടുത്തെ നിന്ന് മാറിയാൽ ഈ കണ്ണുനീരും ദുഃഖവും നിരാശയും ഇവിടെ തീർന്നു പോയാലും ആമേൻ നിത്യമായ ഒരു സന്തോഷവും ഉയരത്തിലുണ്ടെന്ന് ആമേൻ പ്രത്യാശ വെച്ചുകൊണ്ടാണ് ആമേൻ പൗലോസ് പറയുന്നത് പോലെ ഇതൊക്കെയും ചപ്പന്നും ചവറന്നും എണ്ണിക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി ആമേൻ ഓടുന്നത്. ആമേൻ കർത്തൃദാസന്മാർ കർത്തൃദാസിമാർ രാപകലില്ലാതെ അക്കോരത്രം ആമേൻ ദൈവവചനം വിളിച്ചു പറയുമ്പോൾ ആമേൻ ഇതിനെയൊക്കെയും ഈസിയായി കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ഇത് ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. ആമേൻ ഒരു കുഞ്ഞു പറഞ്ഞാലും തിരുവചനം ഹല്ലേലൂയ വ്യക്തമായി ഒന്ന് ആലോചിച്ച് ആമേൻ തിരുവചനത്തിന്റെ ഹല്ലേലൂയ മർമ്മത്തെ ഒന്ന് ആമേൻ ഒന്ന് ചിന്തിച്ചിട്ട് ആമേൻ നിനക്ക് ആവശ്യമുള്ളതിനെ നീ എടുത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അത് നീ ഹല്ലേലൂയ സാരമില്ല, അത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആമേൻ തള്ളിക്കളയുന്ന അവസ്ഥയാണോ നിന്റെ ക്രിസ്തീയ ജീവിതത്തിലെങ്കിൽ ആമേൻ പ്രതികൂലങ്ങളെ പ്രയാസങ്ങളെ ആമേൻ കഷ്ടതകളെ വരുമ്പോൾ നിനക്കതിനെ ധാരണം ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ ആമേൻ കർത്താവ് ഹല്ലേലൂയ അതെ ഹല്ലേലൂയ കണ്ടില്ല എന്ന് ആമേൻ ഹല്ലേലൂയ വെക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ആരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് ആഴമേറിയ ഒരു വിശ്വാസത്തിന്റെ ഉടമകളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി ഏറിയ ആമേൻ ഫലം കായ്ക്കുവാൻ, ഈ നാളുകൾ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തിയെടുക്കുവാൻ ആമേൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല, അവൻ ആർക്കും കടക്കാരനല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആമേൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മെ സ്നേഹിച്ചവരും നാം സ്നേഹിച്ചവരും ആമേൻ ഹല്ലേലൂയ സകലരും ആമേൻ കൂടെ നിന്നവരും എല്ലാം മാറിപ്പോയെന്ന് വരാം. എങ്കിലും ഹല്ലേലൂയ നമ്മുടെ തല ഉയർത്തുന്നവനായ ദൈവം ആമേൻ ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ആമേൻ സകലരും മാറിപ്പോകുമ്പോഴും ഹല്ലേലൂയ ആമേൻ മറന്ന് സകലരും മറന്നു കളയുമ്പോൾ പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു ദൈവത്തെയാണ് ഹല്ലേലൂയ നാം സേവിക്കുന്നത്. അത് എങ്ങനെയുള്ളവനാണ്? ഹല്ലേലൂയ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം, നമ്മുടെ അവസ്ഥകൾക്കല്ല, ദൈവ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ആമേൻ ദൈവ കൽപ്പനകളെ അനുസരിച്ച് ആമേൻ ജീവിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് നമ്മുടെ തല ഉയർത്തുന്ന ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ വ്യവസ്ഥയ്ക്കകത്തേക്ക് നാം വന്നിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മുടെ തലയെ ഉയർത്തുവാനിടയായി. എവിടെയും പരാജയപ്പെടുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അനുഗ്രഹിക്കാതെ പോകുന്നവരെ അല്ല നാം സേവിക്കുന്നത്. ഹല്ലേലൂയ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് ഇവിടെ പറയുന്നത് അവന് ദൈവത്തങ്ങളിൽ നിന്ന് രക്ഷയില്ല എന്ന്. എന്നെ കുറിച്ച് പലരും പറഞ്ഞോട്ടെ, എനിക്ക് സാരമില്ല, ഞാൻ സ്നേഹിക്കുന്ന
ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ തലയെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, എൻ്റെ നിന്ദയെ മാറ്റുവാൻ, എൻ്റെ കഷ്ടതയെ, എൻ്റെ ഇല്ലായ്മകളെ മാറ്റുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ സേവിക്കുന്നത് എന്ന് ദാവീദിന് നിശ്ചയമായി അതേ അറിയാവുന്നത് കൊണ്ടാണ് ദാവീദ് ഇവിടെ പറയുന്നത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ, അവൻ സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള, മരിച്ചതിനെ ഉയർപ്പിപ്പാൻ കഴിവുള്ള, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. അതുകൊണ്ട് വിശ്വസ്തയോടെ പറയുവാനായിട്ട് കഴിയും. ഇവിടെ ദാവീദിന് പറയുവാനായിട്ട് കഴിയും, ഹല്ലേലൂയ, അവൻ എൻ്റെ തല ഉയർത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്നച്ചവരുടെ മുമ്പിൽ തല ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുമ്പോൾ എന്തിന് ഭാരപ്പെടണം പ്രിയമുള്ളവരെ? എന്തിന് നാം ഹല്ലേലൂയ ചഞ്ചലപ്പെടണം പ്രിയമുള്ളവരെ? നാം എന്തിന് നിരാശരാകണം പ്രിയമുള്ളവരെ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും അവൻ്റെ മേലിട്ടുകൊള്ളുവാൻ അരുളി ചെയ്ത ഒരു ദൈവത്തെയാണ് പ്രൈസ് ദി ലോർഡ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ആയതുകൊണ്ട് ഹല്ലേലൂയ, ആ കർത്താവിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ ഈ നാളുകളിൽ ആഴമറ്റ സ്നേഹത്തിൻ്റെ ഹല്ലേലൂയ, ആഴമുള്ള ഹല്ലേലൂയ, ആഴമേറിയ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് പറയുന്നത് പോലെ ദൈവത്തെങ്കിൽ നിന്ന് രക്ഷയില്ല എന്ന് നമ്മെക്കുറിച്ച് ആര് പറഞ്ഞാലും അതൊന്നും ഗണ്യമാക്കാതെ എൻ്റെ തല ഉയർത്തുന്നവനായ ഒരു പരിചയായ എൻ്റെ മഹത്വമായ എൻ്റെ സർവശക്തൻ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്നുള്ള പ്രത്യാശയോടെ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി മുന്നേറാം, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താം. സർവകൃപാലുവായ ദൈവം ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസിയോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഉള്ളതായ നന്ദിയെയും കടപ്പാടിനെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക്. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വചനം ഞങ്ങൾ കേട്ടു. ഹല്ലേലൂയ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിച്ച് മുന്നേറുവാൻ അതേ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട് ഹല്ലേലൂയ അത് അനുസരിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. ഇതിന്റെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോട് നന്ദി. സകലമഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.